നമസ്കാരം ഫ്രണ്ട്സ്. നിങ്ങൾ ഡൽഹിയിൽ നിന്ന് ഒരു വെഹിക്കിൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ബെസ്റ്റ് ടൈമാണ്. കാര്യം ഇന്ന് മുതൽ ഡൽഹിയിൽ ഈ പറയുന്ന പോലെ 4 ലക്ഷം രൂപ 5 ലക്ഷം രൂപയ്ക്ക് ഫോർച്യൂണറും ഈ 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപയ്ക്ക് ഇന്നോവയും എവിടെ നിന്ന് കിട്ടും? കുറെ ആൾക്കാർ വളരെയധികം ശല്യം ചെയ്തുകൊണ്ട് എന്നെ ഫോൺ ചെയ്യുന്നുണ്ട്. അത്രയും വണ്ടിപ്രേമിയാണ് ആൾക്കാർ. വണ്ടി നാട്ടിൽ ഉപയോഗിച്ച് നടക്കണം എന്ന് താല്പര്യമുള്ളൊരു സാധാരണ ഒരു മനുഷ്യനാണെങ്കിൽ എന്തുകൊണ്ട് വണ്ടിയുടെ സോഴ്സസ് പറയുന്നില്ല? അപ്പോൾ അതിലൊരു കളത്തരമുണ്ട്. സോ ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ബേസിക്കലി ഞാനിങ്ങനെ റിയാക്ഷൻ വീഡിയോസോ കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്യുന്നൊരു വ്യക്തിയല്ല. പക്ഷെ സെറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. ആക്ച്വലി കഴിഞ്ഞ ദിവസം ഒരാളൊരു വീഡിയോ ഇട്ടായിരുന്നു. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഇനിയിപ്പം കണ്ടവരാണേലും കാണാത്തവരാണേലും ആ ഒരു വീഡിയോ കണ്ടു നോക്കുക, എന്നിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമസ്കാരം ഫ്രണ്ട്സ്. നിങ്ങൾ ഡൽഹിയിൽ നിന്ന് ഒരു വെഹിക്കിൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ബെസ്റ്റ് ടൈമാണ്. കാര്യം ഇന്ന് മുതൽ ഡൽഹിയിൽ ഫ്യൂൽ കൊടുക്കുന്നത് നിർത്തിയിട്ടുണ്ട്. 10 വർഷം 15 വർഷം എന്നുള്ള ഒരു ലിമിറ്റ് ഡൽഹിയിലുണ്ട്. പെട്രോൾ ഡീസൽ വാങ്ങുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിരോധനം മുന്നേ ഉള്ളതാണ്. പക്ഷെ ഇന്ന് മുതൽ അവർക്ക് ഫ്യൂൽ കൊടുക്കുന്നില്ല. പെട്രോൾ പമ്പിൽ ശക്തമായ നിരീക്ഷണമാണ്, ക്യാമറ അടക്കം സ്ഥാപിച്ചിട്ടുള്ള നിരീക്ഷണമാണ് പെട്രോൾ പമ്പിലുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ തുച്ഛമായ വിലക്ക് ഫോർച്യൂണർ ഒരു 14 മോഡൽ 15 മോഡലൊക്കെ വരുന്നതിന് 3 ലക്ഷം 4 ലക്ഷം രൂപയാണ് ഡൽഹിയിൽ വില. ഞാൻ പല സ്ഥലത്തും അന്വേഷിച്ച് എന്നിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇതിന്റെ ഡീലറോ അല്ലെങ്കിൽ ഞാൻ ഇതിന്റെ നാട്ടിൽ കൊണ്ടുവന്ന് വലിയ വിലക്ക് വെക്കുന്നവരുടെ ശത്രുവല്ല. ഞാൻ ഒരു വണ്ടി ഇഷ്ടപ്പെടുന്ന ആൾ മാത്രമാണ്. ഇതൊരു ജസ്റ്റ് ഇൻഫർമേഷൻ ആണ്. ഇന്നോവക്കൊക്കെ ചുളു വിലയാണ് അവിടെ. അതുപോലെ തന്നെ മറ്റു വെഹിക്കിൾ മുഴുവൻ സെഡാൻ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് വെഹിക്കിൾ ചെറിയ വിലക്ക് ഉണ്ട്. 1 ലക്ഷം രൂപ സ്ക്രാപ്പ് റേറ്റിൽ ഡൽഹിക്ക് അവർക്ക് എങ്ങനെയും പുറത്തു കൊടുക്കണം. അപ്പോൾ താല്പര്യമുള്ളവർ പെട്ടെന്ന് ഡൽഹിയിൽ ആരെയും കോൺടാക്ട് ചെയ്തോ. എനിക്ക് മെസ്സേജ് ഒരു കാര്യമില്ല. ഞാൻ ഇതിന്റെ ഡീലൊന്നും ചെയ്യാറില്ല. പക്ഷേ ഇത് കൃത്യമായുള്ള ഇൻഫർമേഷൻ. ഏകദേശം 62 ലക്ഷത്തോളം വെഹിക്കിൾ സർക്കാരിന്റെ കണക്കിലുണ്ട്. അതിൽ ഒരു 5 ലക്ഷം വെഹിക്കിൾ സ്ക്രാപ്പിൽ പോയി വെച്ചോ. എങ്കിലും 55 ലക്ഷം വെഹിക്കിൾ സർക്കാരിന്റെ കണക്കിൽ 20 ലക്ഷം കൊമേഴ്ഷ്യൽ വെഹിക്കിളാണ് ഉള്ളത്. എങ്കിലും 10, 30, 25 30 ലക്ഷം വെഹിക്കിൾ അവിടെ പ്രൈവറ്റ് വെഹിക്കിൾ ഉണ്ടാവും. അതുകൊണ്ട് ചുളു വിലയാണ്. ഇമ്മീഡിയറ്റ്ലി പിടിച്ചോ. ഡൽഹിയിൽ നല്ല വിലക്ക് കിട്ടും. ഡയറക്റ്റ് പോയി നോക്കി വണ്ടീനെ അറിയുന്നവരാരെയും കൂട്ടി പോയി ഒക്കെ എടുത്താൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഓക്കെ, താങ്ക് യു. സോ ഈ ഒരു വീഡിയോ കണ്ടവരുണ്ടാവാം, കാണാത്തവരുണ്ടാവാം. സോ കണ്ടവർക്കും കാണാത്തവർക്കും വേണ്ടിയിട്ട് എൻ്റെ പേര് ജോ എന്നാണ്. സോ ഞാൻ ആക്ച്വലി ഒരുപാട് വർഷങ്ങളായിട്ട് വണ്ടി കച്ചവടം ചെയ്യുന്നൊരു വ്യക്തിയാണ്. കാരണം മാർക്കറ്റിൽ അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് അറിയാം. പിന്നെ രണ്ടാമെന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതലും ഡയറക്റ്റ് പാർട്ടിയുടെ നിന്ന് മേടിക്കുക, പാർട്ടിയുടെ തന്നെ കൊടുക്കുക. അല്ലാതെ ഇടയ്ക്കൊരു മീഡിയേറ്ററിനോ ഈ ഡീലർമാർക്കോ ഒന്നും കൊടുക്കുന്നൊരു ടൈപ്പല്ല ഞാൻ. അതുകൊണ്ട് തന്നെ ഞാനൊരു മാസം ഒരു 2-3 വണ്ടിയൊക്കെ കൊടുക്കാറുള്ളൂ. അതും ബേസിക്കലി എൻ്റെ ബേസ് എന്ന് പറയുന്നത് മഹാരാഷ്ട്രയാണ്. സോ മഹാരാഷ്ട്ര വണ്ടികളാണ് ഞാൻ കൂടുതലും ഡീൽ ചെയ്യാറ്. ഡൽഹി, UP, ഹരിയാന, പഞ്ചാബ്, UK, ഉത്തരാഖണ്ഡ് അതുപോലത്തെ വണ്ടികളൊന്നും ഞാൻ പിടിക്കാറില്ല. കാരണം എപ്പോഴും വണ്ടി ഈ ഡീലർമാരുടെ കെയർ ഓഫിലേ വരാറുള്ളൂ. എന്ന് വെച്ച് എടുത്തിട്ടില്ല എന്നല്ല, ഞാൻ 1-2 വണ്ടികൾ എടുത്തിട്ടുണ്ട്. ജെനുവൻ കസ്റ്റമേഴ്സിൻ്റെ നിന്നാണ് എടുത്തേക്കുന്നത്. അതും ജെനുവൻ ആയിട്ടുള്ള വണ്ടികൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ വീഡിയോയിൽ എനിക്കൊരു കാര്യം ഈ പറയുന്ന ആളോട് ചോദിക്കാനുള്ളത് വെറുതെ ഒരു നിസ്സാര കാര്യമാണ്. ഈ പറയുന്ന പോലെ 4 ലക്ഷം രൂപ 5 ലക്ഷം രൂപയ്ക്ക് ഫോർച്യൂണറും ഈ 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപയ്ക്ക് ഇന്നോവയും എവിടെ നിന്ന് കിട്ടും? അതേതാണ് ആ സോഴ്സ്? കാരണം അതും കൂടെ പറയുവാണെങ്കിൽ എളുപ്പമുണ്ടല്ലോ. ആൾക്കാർക്ക് പോയി വണ്ടി എടുക്കാൻ കുറച്ചും കൂടെ എളുപ്പം ഉണ്ടാവുമല്ലോ. നമ്മളൊരു എന്താ പറയുക, ഒരു സീക്രട്ട് പോലെ വെക്കേണ്ട കാര്യമില്ല. അങ്ങനെ ശരിക്കും ജനനന്മയും വണ്ടിയെ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ എന്തുകൊണ്ട് ആ ഡീറ്റെയിൽസ് പറയുന്നില്ല? നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഉപകാരമാണല്ലോ. കാരണം ഇപ്പോൾ വണ്ടി എടുക്കാൻ നിൽക്കുന്ന ആൾക്ക് വളരെയധികം നല്ലൊരു കാര്യമാണ്. ജെനുവൻ പാർട്ടിയാണെങ്കിൽ എനിക്കും എടുക്കാൻ താല്പര്യമുണ്ട്. ഡീലർമാരാണെങ്കിൽ എനിക്ക് താല്പര്യമില്ല. അപ്പം ജെനുവൻ ആയിട്ടുള്ളതാണെങ്കിൽ ആ സോഴ്സും കൂടെ ഒന്ന് പറഞ്ഞു തരാമെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. അപ്പം നിങ്ങൾക്ക് അറിയത്തില്ലാത്തൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. 50,000 കിട്ടും 1 രൂപയ്ക്ക് എന്ന് പറഞ്ഞാൽ കുറേ ഗിമ്മിക്ക് വീഡിയോയും കാര്യങ്ങളൊക്കെ ഇറക്കുന്നുണ്ട്. ഓക്കെ, സോ ഞാൻ പറയാൻ പോകുന്ന പോയിന്റ്സ് ചിലപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ലൈഫിൽ ആരും പറഞ്ഞു തന്നിട്ടുണ്ടാവത്തില്ല. സോ അതുകൊണ്ട് ഈ വീഡിയോ മൊത്തമായിട്ട് കാണാൻ ശ്രമിക്കുക. വണ്ടിയെ നമുക്ക് 4 ക്ലാസ് ആയിട്ട് തരംതിരിക്കാം. അതിലൊന്ന് ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ്, ഫോർത്ത് ക്ലാസ്. ഈ തേർഡ് ക്ലാസ്സും ഫോർത്ത് ക്ലാസ്സും അവിടെ നിൽക്കട്ടെ. സോ ഫസ്റ്റും സെക്കൻഡും ഞാൻ ഫസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഫസ്റ്റ് ക്ലാസ് വണ്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ബേസിക്കലി എടുക്കുന്ന വണ്ടികൾ ഒന്ന് കമ്പനി ഓൺഡ് വെഹിക്കിൾസ് ആയിരിക്കും, അല്ലെങ്കിൽ കമ്പനി ടു ഇൻഡിവിജ്വൽ വെഹിക്കിൾ ആയിരിക്കും. കമ്പനിയുടെ പേരിൽ ലീസിലെടുത്തിട്ട് സ്വന്തം പേരിലാക്കിയ വണ്ടികളായിരിക്കും. സോ ഫസ്റ്റ് ഓണർ അല്ലെങ്കിൽ സെക്കൻഡ് ഓണർ. പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ചാൽ കമ്പനി ടു കമ്പനി ട്രാൻസ്ഫർ എന്ന് വെച്ചാൽ ഫസ്റ്റ് ഒരു ഓൺ ചെയ്ത ഒരു കമ്പനിയുടെ അണ്ടറിലായിരിക്കും, സെക്കൻഡും ഒരു കമ്പനിയുടെ അണ്ടറിലായിരിക്കും. ഇങ്ങനത്തെ വണ്ടികളെ ഫസ്റ്റ് ക്ലാസ് എന്ന് വിളിക്കാനുള്ള മെയിൻ റീസൺ ഈ വണ്ടികളുടെ സർവീസ് റെക്കോർഡ്, വണ്ടിയുടെ ടൈം ടു ടൈം സർവീസ്
എന്തൊക്കെ സാധനങ്ങൾ മാറണോ അതൊക്കെ അക്യുറേറ്റ് ആയിട്ട് മാറിയിരിക്കും. അല്ലാതെ ഒരിക്കലും ഒരു വണ്ടിയിൽ ഒരു കംപ്ലൈൻറ്റും കാര്യങ്ങളും ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ കംപ്ലൈൻറ്റും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അവർ തന്നെ ഓപ്പണായിട്ട് പറയും. അവരുടെ കയ്യിൽ എല്ലാത്തിൻ്റെയും ബില്ലുണ്ടാവും. എന്തെങ്കിലും ഒരു നട്ട് മാറിയിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ വരെ കമ്പനിയുടെ ഫയലിൻ്റെ അകത്ത് അതിൻ്റെ ബില്ലുണ്ടാവും. കാരണം കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് ചെക്ക് വഴിയാണ് പേയ്മെൻറ്റ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് ഒരു കൃത്രിമവും കാണിക്കാൻ പറ്റില്ല. ഇനി രണ്ടാമത്തത് ഡയറക്റ്റ് ഓണർമാരുടെ യൂസ് ചെയ്യുന്ന വണ്ടികളിൽ ചെറിയ എന്തെങ്കിലും നിസ്സാര കംപ്ലയിൻസ് ഒക്കെ കാണും. ചിലപ്പം വൈപ്പർ മാറാറായി കാണുമായിരിക്കും, ചിലപ്പം എന്തെങ്കിലും ചെറിയ അതുപോലെ ഫ്യൂസ് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ കുറേ വണ്ടികളുണ്ട്. അങ്ങനെയുള്ള നിസ്സാര ചിലപ്പോൾ 2 പീസ് ടച്ചപ്പ് ചെയ്യേണ്ടി വരുമായിരിക്കും, ചിലപ്പോൾ ബമ്പർ ടച്ചപ്പ് ചെയ്യേണ്ടി വരുമായിരിക്കും. അങ്ങനെയുള്ള വണ്ടികളെയാണ് സെക്കൻഡ് ക്ലാസ് വണ്ടികൾ എന്ന് പറയുന്നത്. ഡയറക്റ്റ് ഓണറിൻ്റെ കയ്യിൽ നിന്ന് അങ്ങനത്തെ ഫസ്റ്റും സെക്കൻഡും മാത്രമേ ഞാൻ ഡീൽ ചെയ്യാറുള്ളൂ. തേർഡും ഫോർത്തും ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം, ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ ഈ ഫസ്റ്റും സെക്കൻഡും ക്ലാസ്സിൽ സെക്കൻഡിൽ പറയുമ്പോൾ ഡയറക്റ്റ് ഓണർ യൂസ് ചെയ്തേക്കായിരിക്കും. അതുപോലെ തന്നെ അയാൾ വെൽ മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയായിരിക്കും. അതിനും ഈ പറയുന്ന ജെനുവൻ കിലോമീറ്ററും ജെനുവൻ സർവീസ് റെക്കോർഡും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും വണ്ടികളുണ്ടാവുക. അതുപോലെ തന്നെ ഞാൻ ഡീൽ ചെയ്യുന്ന വണ്ടികളെല്ലാം ഡയറക്റ്റ് പാർട്ടിയുടെ കയ്യിൽ നിന്ന് മാത്രമേ മേടിക്കാറുള്ളൂ. ഒരു ഡീലേഴ്സിൻ്റെ കയ്യിൽ നിന്നോ ഒരു മീഡിയേറ്ററിൻ്റെ കയ്യിൽ നിന്ന് വരുന്ന വണ്ടികൾ ഞാൻ എടുക്കാറില്ല. ഇനി ഇൻ കേസ് അങ്ങനെ ഒരു മീഡിയേറ്റർ എന്നെ കോൾ ചെയ്യുവാണെങ്കിൽ തന്നെ ഞാൻ ഫസ്റ്റിലെ ചോദിക്കുന്നൊരു ചോദ്യം, ഡയറക്റ്റ് ഓണറെ മീറ്റ് ചെയ്യാൻ പറ്റുമോ, എങ്കിൽ മാത്രമേ ഞാൻ അവിടെ ചെല്ലുകയുള്ളൂ. ഞാൻ മഹാരാഷ്ട്ര ബേസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഏകദേശം 2009 മുതൽ ഞാൻ മഹാരാഷ്ട്രയിലുണ്ട്. ആൻഡ് പല വണ്ടികളും നമ്മൾ നാട്ടിൽ കൊടുക്കാറുണ്ട്, ഒരുപാട് വണ്ടികൾ കൊടുത്തിട്ടുണ്ട്. ഈവൻ ഞാൻ പേഴ്സണൽ യൂസിന് എടുക്കുന്ന വണ്ടികളും കൂടുതലും മഹാരാഷ്ട്രയിൽ നിന്ന് തന്നെയാണ് വണ്ടി എടുക്കാറ്. ഒരു നല്ല വണ്ടി കാര്യങ്ങളൊക്കെ കൂടുതലും കിട്ടുന്നത് അവിടെ നിന്ന് തന്നെയാണ്. ഇനിയിപ്പോൾ പറയാൻ വന്ന പോയിൻ്റ് ഇവിടുത്തെ ഡീലർമാർക്കും ബ്രോക്കർമാർക്കുമാണ്. ഡയറക്റ്റ് പാർട്ടികൾ മാത്രമേ എന്നെ കോൺടാക്ട് ചെയ്യാവുള്ളൂ. അല്ലാതെ ഇടയ്ക്ക് നിൽക്കുന്ന മീഡിയേറ്റേഴ്സും ബ്രോക്കർമാരും ഡീലർമാരും കോൺടാക്ട് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. വണ്ടി ഒരു കാരണവശാലും തരാൻ പോകുന്നില്ല. വെറുതെ നിങ്ങളുടെ സമയം കളയണ്ട. ബിക്കോസ് എനിക്കതിനോട് താല്പര്യമില്ല. കാരണം ഞാൻ അവിടെ നിന്നൊരു വണ്ടി എടുത്താൽ പല വണ്ടികളും ഞാൻ MH രജിസ്ട്രേഷനിൽ തന്നെയാണ് വണ്ടി കൊണ്ടുവരാറ്. ബിക്കോസ് നാളെ എനിക്ക് പേപ്പറിൻ്റെ ഒരു തലവേദന ഇല്ല. അപ്പോൾ ഞാനൊരു ഡീലറിന് കൊടുത്തിട്ട് എനിക്ക് തലവേദന ഉണ്ടാക്കാൻ താല്പര്യമില്ല. കാരണം ഞാൻ ഒരു പ്രാവശ്യം കൊടുത്തതിന് 23,000 രൂപ ഫൈൻ ഞാൻ അടയ്ക്കേണ്ടി വന്നു. ഇൻഷുറൻസ് ഇല്ലാതെ വണ്ടി പുറത്തിറക്കി, മൊബൈൽ യൂസ് ചെയ്ത് വണ്ടി ഓടിച്ചു, അതിനൊക്കെ ഈ 23,000 രൂപ ഫൈൻ. ആദ്യം ഒരുത്തിന് ഞാൻ NOC എടുത്ത് കൊടുത്തു, അവനത് വേറൊരുത്തിന് വിറ്റു, ആ NOC ക്യാൻസൽ ചെയ്തു. അങ്ങനെ 100 കൂട്ടം പണി പറ്റിയതുകൊണ്ട് ഞാൻ ഡീലർമാർക്ക് കൊടുക്കുന്ന പരിപാടിയില്ല. ജെനുവൻ ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ മാത്രം, അവർക്ക് വണ്ടി എടുക്കാൻ നിൽക്കുന്ന ആൾക്കാരെ മാത്രം കോൺടാക്ട് ചെയ്താൽ മതി. ഇനി 3-ാമത്തെ 4-ാമത്തെ വണ്ടി പറയുന്നതിന് മുമ്പ് പുള്ളി 2ാമതൊരു വീഡിയോ ഇറക്കിയിരുന്നു, അത് നിങ്ങളൊന്ന് കണ്ടിട്ട് പോവാം. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് 3-ാമത്തെ 4-ാമത്തെ വണ്ടിയുടെ കാര്യം പറഞ്ഞുതരാം. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഈ രാത്രി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ വളരെയധികം ശല്യം ചെയ്തുകൊണ്ട് എന്നെ ഫോൺ ചെയ്യുന്നുണ്ട്. പിന്നെ ചില കിളിപോയ ഈ ഡീലർമാർ, അതായത് 6 ലക്ഷത്തിന് ഇത്രയും കാലം 6 ലക്ഷത്തിന് 7 ലക്ഷത്തിന് വണ്ടി എടുത്ത് അതിന്റെ കൂടെ നാട്ടിലെത്തിച്ച് അതിന് 25,000-30,000 രൂപ കൊടുത്ത് നാട്ടിലെത്തിച്ച് ആ സാധനം ഇവിടെ 12 ലക്ഷം രൂപയ്ക്ക് വിറ്റുകൊണ്ടിരുന്ന ആൾക്കാർ, നോട്ടത്ത് പോയിന്റ് 6 ലക്ഷത്തിനും 7 ലക്ഷത്തിനും ഫോർച്യൂണർ എടുത്ത് 30,000 രൂപ കൊടുത്ത് നാട്ടിലെത്തിച്ച് അതിന് 12 ലക്ഷത്തിന് വിൽക്കുന്ന ആൾക്കാർ, അവർ ഒരുപാട് സഹി കെട്ടിട്ട് വീഡിയോ ഇറങ്ങുന്നത്. കാര്യം ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാതെ തന്നെ ആ വീഡിയോ മലയാളികൾ അതിനെക്കുറിച്ച് വണ്ടിയുടെ ഇത്രയും കള്ളം നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ടാണ് അത്രയും ആൾക്കാർ ഷെയർ ചെയ്തത്. അങ്ങനെ എല്ലാവരും കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ഇപ്പം റിയാക്ഷൻ വീഡിയോയും അതിന്റെ നമ്പർ ഇട്ടും ഇതിലേക്ക് വിളിച്ചു പറയും. അങ്ങനെ കുറെ ആൾക്കാർ വിളിക്കും, ഫോൺ വിളിച്ചിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് റെക്കോർഡ് ചെയ്ത് അതിന് വീഡിയോ ആക്കുക. അതാണിപ്പം ഇവരുടെ ട്രെൻഡ്. പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് മച്ചാന്മാർ ഞാൻ ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് വളരെ സ്നേഹത്തോട് പറയുന്നത്. വണ്ടി നല്ല വിലക്കുറവിൽ ഡൽഹിയിൽ കിട്ടും. അന്യായമായ എന്നാലും മാന്യമായ വിലക്ക് വെക്കുന്ന ആൾക്കാരുണ്ട്. അവര് 25,000-30,000 രൂപ ഒക്കെ പറഞ്ഞ് കമ്മീഷൻ മേടിച്ച് വെക്കുന്ന ആൾക്കാരുണ്ട്. ചെറിയ റേറ്റിന് അവർക്ക് വണ്ടി കിട്ടുന്നുണ്ട്. നിങ്ങളിൽ തന്നെ ഈ കാണുന്ന പലർക്കും ഇതുപോലെ ചെറിയ റേറ്റിന് വണ്ടി കിട്ടിയവരുണ്ട്. പക്ഷേ ഈ 6-7 ലക്ഷം രൂപക്ക് വണ്ടി മേടിച്ച് അതിന് നാട്ടിലേക്ക് കൊണ്ടുവന്ന് ഒന്ന് പക്ക വണ്ടിയാക്കും. അവരെങ്ങനെയാ പറയില്ലേ, എന്നിട്ട് പറയുന്ന ഇത് പക്ക വണ്ടിയാണ്, ഒറിജിനൽ വണ്ടിയാണ്, ഓൾ ഒറിജിനൽ സർവീസ് റെക്കോർഡ് അടക്കം കള്ളമുണ്ടാക്കി വെക്കുന്ന ആൾക്കാർ ഡൽഹിയിലുണ്ട്. ഇത് പലർക്കും അറിയാം, പലർക്കും അനുഭവമുണ്ട്. അത് ഇന്നലെ ഇട്ട വീഡിയോയിലൊക്കെ കയറി നോക്കിയാൽ മതി. സർവീസ് റെക്കോർഡ് അടക്കം തട്ടിപ്പ് ഉണ്ടാക്കിയിട്ട് അവിടെ എത്തുന്ന മലയാളികളെ പറ്റിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ. ഇന്നലെ പറഞ്ഞ പോലെ ഇവരൊക്കെ വീഡിയോ ഇനിയും ചെയ്തുകൊണ്ടിരിക്കും. കാര്യം ഇവർക്ക് പ്രശ്നം ഇതൊക്കെയാണല്ലോ, എല്ലാവർക്കും മനസ്സിലായി എന്നുള്ള സംഭവമാണ്.
ഡൽഹിയിൽ വില കുറവ് തന്നെയാണ്. നോർത്ത് ഇന്ത്യയിലെ എല്ലാത്തിലും UP ആയാലും പഞ്ചാബ് ആയാലും ഹിമാചൽ ആയാലും എല്ലാത്തിലും വളരെ ചെറിയ വിലക്ക് ഇങ്ങനെയുള്ള വണ്ടികൾ കിട്ടാനുണ്ട്. താങ്ക് യു. ഈ വീഡിയോയിലും പുള്ളി എവിടെ നിന്ന് വണ്ടി കിട്ടും എന്നുള്ള സോഴ്സ് ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം അത്രയും വണ്ടിപ്രേമിയാണ്. ആൾക്കാർ വണ്ടി നാട്ടിൽ ഉപയോഗിച്ച് നടക്കണം എന്ന് താല്പര്യമുള്ളൊരു സാധാരണ ഒരു മനുഷ്യനാണെങ്കിൽ എന്തുകൊണ്ട് വണ്ടിയുടെ സോഴ്സസ് പറയുന്നില്ല? അപ്പോൾ അതിലൊരു കളത്തരമുണ്ട്. ഇനി രണ്ടാമതൊരു കാര്യം, ഈ മൂന്നാമതും നാലാമതും വരുന്ന വണ്ടികളാണ് ഡൽഹിയിൽ നിന്നും ഹരിയാനയിൽ നിന്നും ഹിമാചലിൽ നിന്നും മോസ്റ്റ്ലി 85 to 90% വണ്ടികൾ ഈ 3rd and 4th ക്ലാസ് വണ്ടികളാണ് കേരളത്തിൽ വരുന്നത്. ഇത് നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അറിഞ്ഞു. അതായത് അവിടെ T പെർമിറ്റിലും പ്രൈവറ്റ് ടാക്സിയിലും ഓടിയ വണ്ടികളാണ് 85% to 90% വണ്ടികളാണ് ഈ കേരളത്തിൽ വരുന്നത്. അതിനെയാണ് 3rd to 4th ക്ലാസ് വണ്ടികൾ എന്ന് പറയുന്നത്. ഡയറക്റ്റ് ഓണറുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. ഓൺലി ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന മീഡിയേറ്റേഴ്സുമായിട്ടുള്ള കോൺടാക്ട്സ് വെച്ചിട്ടാണ് ഈ വണ്ടി എടുക്കുന്നത്. സർവീസ് റെക്കോർഡ് ഈ പറഞ്ഞ പോലെ പലതും ഫേക്കാണ്. വണ്ടി പലതും ഇടിച്ചതും ഡാമേജ് ആയതും ഒക്കെ വണ്ടികളാണ്. അതാണ് ഇവിടെ നല്ല പക്കാ വണ്ടി, ഒറിജിനൽ വണ്ടി, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് വിൽക്കുന്നത്. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. പുള്ളി പറഞ്ഞ ചില കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ 100% അക്സെപ്റ്റ് ചെയ്യും. അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് ഞാൻ മുഖത്ത് നോക്കി പറയും. അതിപ്പോൾ ആരാണെങ്കിലും ഞാൻ പറയും. പുള്ളി പറഞ്ഞ പോയിന്റ് കറക്റ്റാണ്. ഈ പറയുന്ന 3rd ക്ലാസ് 4th ക്ലാസ് വണ്ടികൾ എന്ന് വെച്ചാൽ ഈ പ്രൈവറ്റ് ടാക്സി ആയിട്ട് ഓടിയതും T പെർമിറ്റായി ഓടിയ വണ്ടികളും ഒക്കെ ഈ പറയുന്ന 3rd ക്ലാസ് 4th ക്ലാസ് വണ്ടികൾക്ക് ഈ വിലയേ ഉള്ളൂ. 4th ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്താണ്. ഇടിച്ച് തൂറ്റിയ വണ്ടികളാണ്. മനസ്സിലായോ? റഫ് യൂസ് ചെയ്ത് ഇടിച്ച് മറിഞ്ഞ വണ്ടികൾ അവർ പക്കയാണെന്നും പറഞ്ഞ് വണ്ടി വയ്ക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് അറിയത്തില്ലാത്തൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ ഡൽഹി UP പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ വണ്ടികളുടെ ഒറിജിനൽ പാർട്സ് എന്ന് വെച്ചാൽ ഇടിച്ച വണ്ടികൾക്കൊക്കെ നോർമലി നമ്മുടെ പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ പോകും. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒറിജിനൽ അവിടെ മാർക്കറ്റിൽ നിന്ന് കിട്ടും. അപ്പം നിങ്ങൾക്ക് പോലും ഇത് അറിയാൻ പറ്റത്തില്ല. വളരെ അറിയാവുന്ന ആൾക്കാർക്ക് മാത്രമേ ഇത് അറിയാൻ പറ്റുള്ളൂ. സോ മോസ്റ്റ്ലി അങ്ങനെ വരാറുണ്ട് വണ്ടികൾ. ഞാനിപ്പോൾ ഈയിടെ ഒരു ക്രിസ്റ്റ പോയി നോക്കി. ക്രിസ്റ്റയുടെ അപ്രോൺ എല്ലാം ഒറിജിനൽ, പക്ഷെ താഴെ ഭാഗം മാത്രം പണിതിട്ടുണ്ട്. പുറകിലും ഇതുപോലെ തന്നെ താഴെ ഭാഗമാണ് പണിതേക്കുന്നത്. എന്നുവെച്ചാൽ വണ്ടി ഇടിച്ചു, പക്ഷേ അവർക്ക് ഒറിജിനൽ ഇടാൻ പറ്റുന്നതിനൊരു പരിധി ഉണ്ടല്ലോ. സാധനം സോഴ്സും കൂടെ ചെയ്യണ്ടേ? അതുപോലെ തന്നെ കിലോമീറ്ററിൽ മീറ്റർ റീഡിങ്ങിൽ ഒരുപാട് കള്ളത്തരം കാണിക്കുന്നത് ഇപ്പം സർവ്വസാധാരണമാണ്. പക്ഷെ പിടിച്ചു കഴിഞ്ഞാൽ അകത്ത് കിടക്കണം എന്നുള്ള വകുപ്പ് ഇവർക്ക് അറിയാവുന്നതാണോ അറിയത്തില്ലാത്തതെന്ന് അറിയത്തില്ല. പക്ഷേ അങ്ങനെ മീറ്റർ ഡാമ്പിങ് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന ഡൽഹി, UP, പഞ്ചാബ്, അതുപോലെ തന്നെ ഹരിയാന, ഈ മറ്റേ നമ്മുടെ ഹിമാചൽ പ്രദേശിൽ നിന്നും വളരെ ചുരുക്കം വണ്ടികൾ എടുത്തിട്ടില്ല എന്ന് പറയുന്നില്ല, എടുത്തിട്ടുണ്ട്. അതും ഡയറക്റ്റ് ഓണറിൻ്റെ വീട്ടിൽ ചെന്നിരുന്നെടുത്തിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് ഒരു 2015-16 മോഡല് 14-15 മോഡൽ ഫോർച്യൂണർ 4x4 ഓട്ടോമാറ്റിക് നാട്ടിൽ കൊണ്ടുവന്ന് വെറും 85,000 കിലോമീറ്റർ ഓടിയത്. നേരെ എന്നെ ഒരാൾ വിളിച്ചു. ഞാൻ പുള്ളിയുടെ വീട്ടിൽ ചെന്നു. പാർട്ടി ജെനുവിൻ പക്കാ വണ്ടി, 1 കിലോമീറ്റർ പോലും ഡാമ്പ് ചെയ്യാത്ത ക്ലീൻ വണ്ടി. അത് ഞാൻ നാട്ടിലെത്തുന്നതിന് മുമ്പേ തൃശ്ശൂരുള്ളൊരു പുള്ളി എന്നെ വിളിച്ചു, സ്റ്റാറ്റസ് കണ്ടിട്ട് വിളിച്ചു. പുള്ളിക്ക് അവിടെ കൊടുത്തിട്ട് ഞാൻ വീട്ടിൽ പോന്നു. ഞാൻ എടുത്തിട്ടില്ല എന്ന് പറയുന്നത് എടുത്തിട്ടുണ്ട്. ജെനുവിൻ പാർട്ടിയുടെ വണ്ടിയാണെങ്കിൽ ഞാൻ എടുക്കും. അല്ലാതെ ഇടയ്ക്ക് നിൽക്കുന്ന മീഡിയേറ്റേഴ്സിനെയും കാര്യങ്ങളെയും വിശ്വസിച്ച് പാർട്ടീനെ കാണാനൊന്നും വണ്ടി എടുക്കുന്നൊരു ടൈപ്പല്ല ഞാൻ. അപ്പോൾ ഈ ഒരു പറഞ്ഞ കാര്യത്തിൽ പുള്ളി പറഞ്ഞ പോയിന്റ് കറക്റ്റാണ്. ഈ 3rd ക്ലാസ്സും 4th ക്ലാസ്സും ആയിട്ടുള്ള വണ്ടികൾ വളരെ വില കുറച്ച് നിങ്ങൾക്ക് കിട്ടും. അതിനിപ്പോൾ നിങ്ങൾക്ക് ഡൽഹി വരെ പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ബോംബെ വന്നാലും ഇഷ്ടംപോലെ വണ്ടികൾ കിട്ടും. 1st ക്ലാസ് വണ്ടികൾക്കും 2nd ക്ലാസ് വണ്ടികൾക്കും നല്ല പോലെ വില കൊടുക്കണം. അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന ഡൽഹി പ്രൈസിനൊന്നും ഈ 3rd ക്ലാസ് 4th ക്ലാസ് വണ്ടിക്കൊന്നും അത് കിട്ടത്തില്ല. ജെനുവൻ വണ്ടിക്ക് ജെനുവൻ വണ്ടിയുണ്ട്. ഓരോ വണ്ടിക്ക് ഓരോ വിലയുണ്ട്. ജെനുവനായിട്ട് ഓടിയ വണ്ടികൾക്ക് ഒരു വിലയാണ്. അതായത് ഇതുപോലെ നിൽക്കുന്ന ആൾക്കാരുടെ വിലയാണ്. ഓക്കെ, അപ്പം കൺക്ലൂഷൻ ഞാൻ ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാ വണ്ടികളും ചെറിയ വിലയ്ക്ക് കിട്ടില്ല. ഇനി നിങ്ങൾക്ക് വല്ല വണ്ടി എടുക്കാൻ, ജെനുവനായിട്ടുള്ള വണ്ടി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡീലർമാരും ബ്രോക്കർമാരും എന്നെ കോൺടാക്ട് ചെയ്യേണ്ട. ജെനുവനായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുണ്ട്, നിങ്ങൾ ജെനുവൻ ഒരു യൂസർ ആണെങ്കിൽ മാത്രം കോൺടാക്ട് ചെയ്താൽ മതി. വെറുതെ എൻ്റെ സമയവും നിങ്ങളുടെ സമയവും കളയേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ പല ആൾക്കാർക്ക് ഇപ്പോഴും എൻ്റെ വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. ഇപ്പോൾ എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്തുണ്ട്, പുള്ളിക്ക് ഒരു പോളോ, അതിപ്പോൾ നിലവിൽ നമ്മൾ പാർട്ടിയുടെ വീട്ടിൽ പോയി, അതിൽ ചെറിയൊരു പ്രശ്നം, അത് കാരണം ഒരാഴ്ച ഡിലേ വെച്ചേക്കുവാണ്. കാരണം ഞാൻ വണ്ടി മാത്രമല്ല നോക്കുന്ന, വണ്ടിയുടെ പേപ്പറിലും കാര്യങ്ങളും എല്ലാം ജെന്യുവനായിട്ട് നോക്കുന്ന ഒരാളാണ്. കാരണം നാളെ വണ്ടി NOC എടുക്കണമെങ്കിലോ രജിസ്റ്റർ ചെയ്യണമെങ്കിലോ ഈ സാധനങ്ങളൊന്നും നോക്കാതെ കണ്ട ഡീലർമാരെയും വിശ്വസിച്ചുകൊണ്ട് ഞാൻ എടുത്തുകൊണ്ട് പോരുന്നൊരു വ്യക്തിയല്ല. അത്ര പെർഫെക്റ്റാണ് കാര്യങ്ങളാണെങ്കിൽ മാത്രം എടുക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, പാർട്ടിയുടെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് എടുക്കുകയും പാർട്ടിക്ക് ഡയറക്റ്റ് കൊടുക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യാറുണ്ട്, ഇൻവെസ്റ്റ് ചെയ്യാതെ ഡയറക്റ്റ് കൊടുക്കാറുമുണ്ട്.
അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ മാത്രം എന്നെ കോൺടാക്ട് ചെയ്യുക. ഡീലർമാരും ബ്രോക്കർമാരും വെറുതെ വിളിച്ച് എന്നെ ഡിസ്റ്റർബ് ചെയ്യേണ്ട. ഞാൻ അവരുമായിട്ട് യാതൊരു വിധത്തിലും ഡീലിംഗ് ചെയ്യുന്നൊരു വ്യക്തിയല്ല. അതുപോലെ തന്നെ ഒരു കാര്യം ഞാൻ പറയാൻ ശരിക്കും പറഞ്ഞാൽ വിട്ടുപോയായിരുന്നു. സത്യം പറഞ്ഞ ഈ ഡൽഹി ഹരിയാന വണ്ടികൾ വന്നതിന് ശേഷം ഈ മത്തി കച്ചവടവും ഇന്നോവ കച്ചവടവും തമ്മിൽ യാതൊരു വ്യത്യാസവും. ഒരാൾ വീഡിയോ ഇടുന്നു ഡൽഹി വണ്ടികൾ വളരെ വില കുറച്ച് വിൽക്കുന്നു, ഒരാൾ വീഡിയോ ഇടുന്നു ഡൽഹി വണ്ടികൾ കേരള വണ്ടികൾ ഡൽഹി വണ്ടിയുടെ വിലയ്ക്ക് വിൽക്കുന്നു. സത്യം പറഞ്ഞാൽ ഇങ്ങനെ കുറേ ആൾക്കാർ കാരണം സത്യം പറഞ്ഞാൽ ഇന്നോവ ക്രിസ്റ്റ ഫോർച്യൂണർ ഇതിന് രണ്ടിന് വിലയെന്ന് പറഞ്ഞ സാധനമേ പോയി. മാർക്കറ്റിൽ നിന്ന് ഫോർച്യൂണറിനും ഇന്നോവയ്ക്കും ഒരു പേരുണ്ടായിരുന്നു, അതുപോലും ഇല്ലാതായി. സീരിയസ്ലി ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഹോപ്പ്ഫുള്ളി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. നിങ്ങൾ ആരെങ്കിലും എടുക്കാൻ താല്പര്യപ്പെടുന്ന വണ്ടിയൊക്കെ ജെന്യുവനായിട്ട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ഇൻഫർമേഷൻ കറക്റ്റാണോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് ഇനി വേണം ഞാൻ പറയുന്ന ഇൻഫർമേഷൻ കറക്റ്റാണോ അല്ലയോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു എക്സ്പേർട്ടിനെ കൂട്ടിക്കൊണ്ട് പോകാൻ. അത് ഈ ഇന്നത്തെ കാലത്ത് ഈ കുറേ മെഷീനും കാര്യങ്ങളും വെച്ചിട്ട് പോകുന്ന ആൾക്കാരല്ല. ജെന്യുവനായിട്ട് വണ്ടി നോക്കാൻ ഒരു ഗ്ലാൻസിൽ തന്നെ വണ്ടി കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാവുന്ന ഒരാളെ കൂട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല വണ്ടി എടുത്തുകൊണ്ട് പോരാൻ പറ്റും. മെഷീനും കാര്യങ്ങളും വെച്ചുകൊണ്ട് പോകുന്നവർ അതിന്ന് അവന്മാർക്ക് വണ്ടിയുടെ ABCD പോലും അറിയത്തില്ല. ഞാൻ 2 ദിവസം മുമ്പ് ഒരു വീഡിയോ കണ്ടു, ഞാൻ ഏത് വീഡിയോ എന്ന് മറന്നുപോയി. അതിൽ DC അവന്തിയാണ് ഫ്രണ്ടിൽ കിടക്കുന്നത്. അവൻ പറയും, ഇതേതാ വണ്ടി? ഫെറാറി. ഓ മൈ ഗോഡ്, ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈം ആട്ടോ കാണുന്നത് ഫെറാറി. നമ്മളിതുവരെ കണ്ടിട്ടേ ഇല്ല. ഇതൊക്കെ എവിടെ നിന്ന് വരുന്ന പൊട്ടന്മാരാണ്? വണ്ടിയെക്കുറിച്ച് അറിയത്തില്ലെങ്കിൽ അത് അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഇടാതിരുന്നൂടെ? റീച്ച് കിട്ടാൻ വേണ്ടി ഇതിനെ അപ്പുറത്തെ പരിപാടി കാണിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാനിപ്പോൾ ഈയിടെ 2018 വണ്ടി ഞാൻ പുള്ളി എന്നെ വിളിച്ചു, ഞാൻ പുള്ളിയോട് പറഞ്ഞു വണ്ടി കമ്പനി കയറ്റി ഫുള്ളൊന്ന് കോട്ട് ചെയ്തതാണ് വണ്ടി. ഡൗൺ കോട്ടല്ല, ഫുൾ കോട്ട് ചെയ്തതാണ്. കാരണം വണ്ടിയിൽ ചെറിയ ചെറിയ സ്ക്രാച്ചസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ പുള്ളിയുടെ ഓണറോടൊരു പുള്ളി പറഞ്ഞാൽ നിനക്ക് കമ്പനി കയറ്റി ഫുള്ളൊന്ന് റീപെയിൻറ്റ് ചെയ്യുക. അതേ പെയിൻറ്റ് തന്നെ കമ്പനി തന്നെ കൊടുത്ത് പുള്ളി ചെയ്തതാണ്. ആ വണ്ടി ഞാൻ ഒരാളോട് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു വില കൂടുതലാണെന്ന് പറഞ്ഞു. ജസ്റ്റ് 80,000 കിലോമീറ്റേഴ്സ് വണ്ടി വിട്ടിട്ടുള്ളൂ. കമ്പനിയുടെ പേരിലായിരുന്നു പുള്ളി ഫസ്റ്റ് എടുത്ത്, പിന്നെ പുള്ളി എടുക്കുകയത് പുള്ളിയുടെ പേരിലേക്ക് ആക്കുകയത്. വണ്ടി നിലവിൽ വില കൂടുതലാണെന്നും പറഞ്ഞ് പുള്ളി ഡൽഹിയിൽ നിന്നൊരു വണ്ടി എടുത്തുകൊണ്ട് വന്നിട്ട് അവിടെ തന്നെ ടീ പറമ്പിൽ ഓടിയ വണ്ടിയായിരുന്നു. വണ്ടി ഇനിയിപ്പോൾ ഏകദേശം പുള്ളി ഇപ്പോൾ വണ്ടി എടുത്തത് ഏതാണ്ട് 15 ലക്ഷം രൂപയ്ക്കാണ് വണ്ടി എടുത്തത്. 14നോ 15നോ അങ്ങനെ എടുത്തത്. എന്നിട്ട് ആ വണ്ടിയിൽ ഇപ്പോൾ ഒരു 3-3.5 ലക്ഷം രൂപ പുള്ളി പണിതിട്ടുണ്ട്. എന്നിട്ടും വണ്ടിയുടെ പണി ഇതുവരെ തീർന്നിട്ടില്ല. അപ്പം നിങ്ങൾ ഇതിൻ്റെ അകത്ത് പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിലവിൽ ഓപ്പണായിട്ട് കാര്യങ്ങൾ പറഞ്ഞത്. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ചെറിയൊരു ബൈ ഗൈസ്, സീ യു സൂൺ.